രണ്ടാമത്തത്, ഗൗരവം തുളുമ്പുന്ന രണ്ടാമത്തെ വിഷയം, നാം റസൂലിനെ ധിക്കരിക്കാറുണ്ടോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം റസൂലിനെ ധിക്കരിക്കാറുണ്ടോ? അനുസരിക്കാറുണ്ടോ എന്നല്ല, ധിക്കരിക്കാറുണ്ടോ? അനുസരണം വേറൊരു വിഷയ, ധിക്കാരം വേറൊരു വിഷയ. ഒറ്റ ഉദാഹരണം, ഒരാള് ഇടത്തെ കൈ കൊണ്ട് തിന്നിയും കുടിക്കുകയും ചെയ്തപ്പോൾ ഹബീബുന ഷഫീയുന റസൂൽ എന്ന് പറഞ്ഞു. അരിത് പിശാചാണ് ചെയ്യൽ, ഒരു മുഅ്മിനെ ചെയ്യാൻ പാടില്ല. ആലോചിച്ചു, ഞാൻ ചെയ്യും, നിങ്ങൾ കണ്ടോട് കൂട്ടിക്കൊള്ളി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി അവലത്തെ കൈ എനിക്ക് വേണ്ട. അവലത്തെ കൈ പിന്നെ ചലിച്ചില്ല. സൂറത്ത് നൂർ, അള്ളാഹുവിൻ്റെ റസൂലിന്റെ കൽപ്പന ധിക്കരിച്ചാൽ ദുനിയാവെന്ന് ശിക്ഷ. രണ്ടാമത്തത് ഈ ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്ന പറഞ്ഞ ആ സന്ദർഭത്തിലുള്ളൊരു ഹദീസ് ഉണ്ട്, കേട്ടോളേ. കുല്ലു ഉമ്മത്തിൻ യദ്ഖുലൂനൽ ജന്ന, കുല്ലു ഉമ്മത്തിൻ യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്ത് പോകും. ഇല്ല മൻ നബ, വിസമ്മതിച്ചവർ ഒഴികെ. ധിക്കാരിയായ ഒരുത്തൻ. കില വമൻ നബ യാ റസൂലല്ലാഹ്, ആരാ നബിയെ വിസമ്മതിച്ചവൻ? വമൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ, എന്നെ അനുസരിച്ചവൻ സ്വർഗത്ത് പോകും. എന്നോട് അനുസരണക്കേട് കാണിച്ചവൻ. ശരി, ഒരാൾ പള്ളിയിലിരിക്കുകയാണ്, ചുരുക്കം വേഗം പറയാണ്, ഒരാൾ പള്ളിയിലിരിക്കുകയാണ്, ബാങ്ക് കൊടുത്തു. അപ്പം അയാൾ എഴുന്നേറ്റ് പോയി. എഴുന്നേക്കുമ്പോൾ ഒരാൾ പറഞ്ഞു പോകാൻ പാടില്ല, ഫർള് നിസ്കരിച്ചിട്ടല്ലാതെ. അതായത് പള്ളിയിലിരിക്കവേ ബാങ്ക് കൊടുത്താൽ, ഇപ്പോൾ ലോറി ടു അസർ വരെ സംസാരിച്ചിരിക്കുന്നതിനിടക്ക് ബാങ്ക് കൊടുത്ത് പെട്ടെന്നൊരു കാര്യത്തിന് വേണ്ടി എണീറ്റ് പോകാൻ പാടില്ല, ജമായത്ത് പങ്കെടുത്തിട്ടല്ലാതെ. അപ്പം ഇയാൾ പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, ഞാൻ നബിയിൽ നിന്നൊരു വചനം കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പോകാൻ പാടില്ല. അയാൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ ഒതുക്കില്ല, എൻ്റെ കൂട്ടുകാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാനവിടെ നിസ്കരിക്കും. എത്ര പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി. അയാളെ വാഹനം ഒട്ടകമാണോ കുതിരയാണോ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതിലേക്ക് ചാടിക്കയറാൻ വിചാരിച്ചപ്പോൾ അയാൾ തെറ്റി താഴെ വീണ് കയ്യിൻ്റെ എല്ല് പൊട്ടിപ്പോയി. സൂറത്ത് നൂർ പറയാണ്, റസൂലിനെ ധിക്കരിച്ച ദുനിയാവെന്ന് ശിക്ഷണ്ട്, ആഖിറത്തിൽ വേറെയുണ്ട്. അബ്ദുല്ലാഹിബ്നു മുഗഫൽ റളിയല്ലാഹു തആല അൻഹു, ഒരാൾ കവണയിൽ കല്ലിങ്ങനെ ചെയ്യുന്നു. അവൻ പറഞ്ഞു, റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇത് വെറുതെ ആളെ കണ്ണുട്ടാലാണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, ചെയ്യരുത്. അത് പറഞ്ഞ് എസ്കേപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് റിട്ടേൺ വന്നപ്പോൾ ഇയാൾ ഇങ്ങനെ തന്നെ പിടിക്കണം. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനം നിന്നോട് പറഞ്ഞിട്ട് പുല്ല് വില കൽപ്പിച്ചില്ലേ, മരിക്കുന്നവരെ ഞാൻ നിന്നോട് മിണ്ടൂല, മരിക്കുന്നവരെ. ആരാ റസൂൽ? കളിയ? അള്ളാഹുവിൻ്റെ റസൂൽ കളിയ? റസൂൽ പറഞ്ഞു, ഒരു ഹദീസ് കാണുമ്പോൾ പുച്ഛമാണല്ലേ. ബുഖാരിയോ? ഏത് ബുഖാരി? ബുഖാരിയിലെ മുഴുവൻ ഹദീസും സ്വീകരിച്ചാൽ അവൻ സയനിസ്റ്റാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല അല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖീറത്തു മിൻ അംരി വമൻ യഖ്ശില്ലാഹ വറസൂലഹു. നോക്കാ വാചകം നോക്ക്. ഒരു സത്യവിശ്വാസിനിക്കും ഒരു സത്യവിശ്വാസിക്കും പാടില്ല അല്ലാഹു റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ പിന്നെ ചൊറിച്ചിലുണ്ടാകാൻ. അതിനാരെങ്കിലും ധിക്കരിച്ചാൽ ഫഖദ് ളല്ല ളലാലം മുബീന, വിദൂരമായ വഴികേടിലാണ്. 33-ാം അധ്യായം 36-ാമത്തെ വചനം. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ, അല്ലാഹുവേ സത്യം, നിങ്ങൾ വിശ്വാസിയാവൂല. ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹർജൻ മിമ്മാ ഖളൈത. മനസ്സ് സമ്പൂർണ്ണമായി നബി പഠിപ്പിച്ചൊരു കാര്യത്തിൽ ലിഫ്റ്റ് കിടരുത് എന്ന് പറഞ്ഞു, പുട്ടി തേക്കരുത് എന്ന് പറഞ്ഞു, പിരികം പ്ലക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. ജാഗിലിയ സ്ത്രീകൾ ഇറങ്ങി നടക്കുന്ന പോലെ അപ്പൊ പറയാണ്, ചെയ്യും, ഞങ്ങൾ കല്യാണത്തിന് ചെയ്യും, എല്ലാത്തിനും ചെയ്യും, ഞങ്ങൾ പുട്ടിയിടും. നബി പറഞ്ഞതിനെ മുഴുവൻ ഞങ്ങൾ ധിക്കരിക്കും. എങ്ങനെ വരും പരലോകത്ത്? കുല്ലിൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിയുനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ആൽ ഇംറാൻ 3-ാം അധ്യായം 31. നിങ്ങൾ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ചോദ്യമാണ്, വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ ഹിസ്ബുള്ളയാണോ? നിങ്ങൾക്ക് എല്ലാത്തിനേക്കാളും അല്ലാഹയാണോ ഇഷ്ടം? സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരാൾ ഈമാനിന് 3 കാര്യത്തിൽ മാധുര്യം കാണുക. ഒന്ന്, അയാൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹനോട്. 2, റസൂലിനോട്. അതല്ലാത്ത മറ്റെന്തിനേക്കാളും. അല്ലേ? ദാഉനി മാ തറക്തുകും മിന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫുഹും മൻ അംബിയാഇഹിം വഇദാ നഹൈതുകും മൻ ഷൈഇൻ ഫജ്തനിബൂഹു വഇദാ അമർതുകും ബിഅംരിൻ ഫഅ്തു ബിഹി മസ്തതഅതും. ഞാൻ ഉപേക്ഷിച്ചതിനെ കൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം. അധികരിച്ച ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് സ്വീകരിക്കണം. ഞാൻ ഉപേക്ഷിക്കാൻ പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കണം.
നോക്കൂ, 59-ാം അധ്യായം 7-ാമത്തെ വചനം. റസൂൽ കൊണ്ടുവന്ന് ഇത്ര പ്രാധാന്യം. അടുത്തത് മുആദ് ബിൻ ജബൽ നിസ്കരിക്കുക. റസൂൽ വിളിച്ചു, യാ മുആദ്. മുആദ് മിണ്ടുന്നില്ല. യാ മുആദ്, മിണ്ടുന്നില്ല. മുആദ് നിസ്കരിക്കാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ മുആദിനോട് റസൂൽ ചോദിക്കുക, ഞാൻ വിളിച്ചില്ലേ? ഞാൻ നിസ്കരിക്കായിരുന്നു നബിയെ, ഞാൻ നിസ്കരിക്കായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ, നീ ഖുർആന്റെ വചനം കേട്ടിട്ടില്ലേ? ഞാൻ നിന്നെ വിളിച്ചാൽ നിസ്കാരത്തിലാണെങ്കിലും നീ എനിക്ക് ഉത്തരം ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും യഹൂലു ബൈനൽ മർഇ വഖൽബി. അത്ഭുതകരമായ വാചകം. സൂറത്ത് അൻഫാൽ 24-ാമത്തെ വചനം. അല്ലാഹുവും റസൂലും ജീവൻ നൽകുന്ന ഒന്നിലേക്ക് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിനിടയിലും അല്ലാഹ് മറയിട്ട് കളയും. ഇവിടെ പലരും അല്ലാഹുവിനെ റസൂലിനെ ഇങ്ങോട്ട് വിളിക്കുക, ഓലെ ഇഷ്ടത്തിനൊത്ത്, ഓലെ താല്പര്യത്തിനൊത്ത്, ഓലെ ഇച്ഛക്കൊത്ത് അല്ലാഹുവിനെ റസൂലിനെ ഇങ്ങോട്ട് വിളിക്കുക. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ മഹാനായ അബൂ ഹുറൈറ, എത്രമേൽ അത്ഭുതകരമായിരുന്നു അവരുടെ ജീവിതം. ശരി, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. 3-ാമത്തെ ഗൗരവമുള്ള വിഷയം കേട്ടോളൂ. ഖുർആനും നമ്മുടെ ഹൃദയവും. ഖുർആനും നമ്മുടെ ഹൃദയവും. നമ്മുടെ ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടോ? അൽ ഖുർആനു റബീഅ ഖൽബി. നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാണോ ഖുർആൻ? അർത്ഥസഹിതം വായിച്ചിട്ടുണ്ടോ? അർത്ഥസഹിതം പഠിച്ചിട്ടുണ്ടോ? 33-ാം അധ്യായം 34-ാമത്തെ വചനം. നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യണം, ഹദീസ് പാരായണം ചെയ്യണം, നിരന്തരമായി പഠിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞ പോലെ പ്രഭാതത്തിൽ 10 ആയത്ത് ഇറങ്ങിയാൽ പ്രദോഷമാകുമ്പോഴേക്ക് ഞങ്ങൾ മനഃപ്പാടമാക്കി, പ്രദോഷമാകുമ്പോഴേക്ക് അതിന്റെ കണ്ടന്റ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു. ഉപേക്ഷിക്കാൻ പറഞ്ഞ തിന്മകൾ ഞങ്ങൾ ഉപേക്ഷിച്ചു. സ്ഫുടം ചെയ്യപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്കുണ്ടായി. അലാ ഫഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. ഹൃദയത്തെ നോക്കൂ, എത്ര മനോഹരമായ പെയിന്റിംഗ് ആണ്, എത്ര മനോഹരമായ കട്ടനാണ്, എത്ര മനോഹരമായ ഡിസൈനാണ്. ഇതൊക്കെ വൃത്തിയായി, നല്ല ഡ്രസ്സ്, നല്ല വേഷം, നല്ല ചെരുപ്പ്, പക്ഷെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം അതെങ്ങനെ നടക്കുന്നത്? അത് ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ടാണ്. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 129, 2-ാം അധ്യായം 151, 3-ാം അധ്യായം 164, 62-ാം അധ്യായം 2-ാമത്തെ വചനം. പറയൂ, ഈ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഖുർആൻ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ നിൽക്കുന്നു അല്ലാഹുവിന്റെ ഗ്രന്ഥവും നമ്മളും? അഫല യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഈ പരിശുദ്ധ റമദാനിലെങ്കിലും ഒരു ദിവസം 3 ആയത്ത് നിലയിൽ 90 ഖുർആനിന്റെ വചനം 30 ദിവസം കൊണ്ട് മനഃപ്പാടമാക്കാനും അർത്ഥം പഠിക്കാനും കഴിയുമോ നമുക്ക്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായ ആരുണ്ട്? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായി നമുക്കതാവണ്ടേ? ഖുർആൻ പഠിക്കണ്ടേ? അത് പഠിക്കുന്നവരാകാൻ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ വസന്തം വിശുദ്ധ ഖുർആനാകണം. നിരന്തരമായ താപസി മനസ്സ് നമുക്കുണ്ടാവണം. ലോകത്ത് നോക്കൂ, മക്കയിലെ പ്രവാചകന്റെ 40-ലേക്ക് എത്തുമ്പോ ഏകാന്തതയെ നെഞ്ചോട് ചേർക്കുകയും വിനയാന്വിതനാവുകയും എവിടെയോ ഒരു മഹാദൗത്യത്തിന്റെ സംഗതികളെ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ പോലും എവിടെയോ ഒന്ന് ഇറാ ഗുഹയുടെ ഉൾപ്രദേശത്ത് ഉള്ളിലിരിക്കുമ്പോ അതാ ലോകത്തിന്റെ തമ്പുരാൻ, ഒടുവിലത്തെ പ്രവാചകനെ, അന്തിമ പ്രവാചകനെ, അന്തിമ വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭത്തിന്റെ മഹനീയമായ തുടക്കം. നിസ്കരിക്കൂ, നോമ്പ് നോൽക്കൂ, സക്കാത്ത് കൊടുക്കൂ, ദാനം ചെയ്യൂ, പാവപ്പെട്ടവരെ സഹായിക്കൂ എന്നൊന്നും പറയാതെ ഇഖ്റ, വായിക്കുക ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നാഥന്റെ നാമത്തിലെ വായന. ഞാൻ ചോദിക്കുന്നത്, 2 തവണ ആവർത്തിച്ച് അമ്രായി വായിക്കാൻ പറഞ്ഞത്, ഖുർആൻ വായിക്കാൻ പറഞ്ഞിട്ട് എത്ര പേർ പുസ്തകം വായിക്കുന്നു? എത്ര പേർ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കിതാബുകളുടെ അകക്കാമ്പുകളിലേക്ക് കടന്നു ചെല്ലാൻ എത്ര ദായിമാർക്ക് സാധിച്ചിട്ടുണ്ട്? ഇബ്നു ഖയ്യിമിന്റെ ഗ്രന്ഥത്തിലൂടെ, സാദുൽ മആദിന്റെ ജിഹാദിന്റെ വർത്തബകളിലൂടെ എത്ര പേർക്ക് കയറിപ്പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? 2000 വോള്യങ്ങൾ എഴുതിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ 40 വയസ്സാകുമ്പോഴേക്ക് കിതാബുകളുടെ ലോകത്തേക്ക് ജീവിച്ച ഇമാം നവവിയെ പോലെ, ഇമാം ഷാഫിയെ പോലെ, ഇമാം മാലിക്കിനെ പോലെ, അതല്ല
ഈ ഉമ്മത്തിന്റെ ആരംഭ കാലഘട്ടം ഏതൊന്നുകൊണ്ടാണോ നന്നായത്, അവസാനവും അതുകൊണ്ടേ നന്നാകൂ എന്ന് പറഞ്ഞ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം എന്തേ നമ്മൾ വായിക്കാതെ പോയത്? അറിയുവാനും അറിവിന്റെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുവാനും അറിവിന്റെ കൈലാസങ്ങൾ കയറുവാനും അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? 39-ാം അധ്യായം 9-ാമത്തെ വചനം. അറിവുള്ളവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. ഒരു നശിച്ച ജന്മം, ഇതിന് വ്യാഖ്യാനം, ഇതിന് അർത്ഥം പറഞ്ഞു കാസർഗോഡ് മംഗലാപുരത്ത് വെച്ച്. ഒരു നശിച്ച ജന്മം, ഒരു നീചൻ, ഒരു നന്ദി കെട്ടവൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹ് ആലിമുകളെ പേടിക്കുന്നു. അങ്ങനെ അല്ലാഹ് ആലിമുകളെ പേടിക്കുന്നു റഹ്മാനായ റബ്ബിന്റെ പേരിൽ. എങ്ങനെ നന്നാവും ഈ നാട്? ഇവിടുത്തെ സംഘപരിവാരങ്ങൾ നമ്മെ റാഞ്ചിയെടുക്കുന്നുണ്ടോ? യോഗ്യതയില്ലാത്തത് കൊണ്ടാണ്. മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു പോകുന്ന ചപ്പ് ചണ്ടികളെ പോലെ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 രോഗം നിങ്ങളെ പിടികൂടും. 2 രോഗം. സഹാബത്ത് ചോദിച്ചു, എന്താ നബിയേ അത്? ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. മരിക്കാനുള്ള പേടി, ദുനിയാവിനോടുള്ള മുഹബ്ബത്ത്. അതെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? സൂറത്ത് ഖിയാമ 20-ാമത്തെ വചനം. ക്ഷണികമായതിനെ, ദുനിയാവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, ആഖിറത്തിനെ നിങ്ങൾ മറന്നു പോകുന്നു. വസാരിയു വസാരിയു വസാരിയു, വന്നോളൂ വന്നോളൂ. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം. 3-ാം അധ്യായം 133-ാമത്തെ വചനം. എത്ര ഗംഭീരമാണ്. അടുത്തത് അല്ലാഹുവിന്റെ മുമ്പിലെ 2 തരം മുഖങ്ങൾ. 4-ാമത്തെ പോയിന്റാണ്. ഒറ്റ പോയിന്റ് കഴിഞ്ഞ് അവസാനിച്ചു. ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റ്, അല്ലാഹുവിന്റെ മുമ്പിലെ 2 മുഖങ്ങൾ. ഈ ഭാഗം ഞാൻ ഉദ്ധരിക്കുമ്പോൾ കുറച്ചു കൂടുതൽ പറയണമെന്ന് എനിക്കുണ്ടെങ്കിലും ചുരുക്കി പറയാം. നോക്കൂ, വലൗ തറായിദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം. എന്നിട്ട് അല്ലാഹു പറയും, റബ്ബനാ അബ്സർനാ വസമീനാ ഫർജിനാ നിഅമ സ്വാലിഹ. നോക്കൂ, ഇന്ന മുകിനൂൻ. അർത്ഥം ഇങ്ങനെയാണ്. സൂറത്ത് സജദ 12-ാമത്തെ വചനം. കുറ്റവാളികൾ. നമ്മൾ കുറ്റവാളികളാണോ? കുറ്റവാളികൾ തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ തലതാഴ്ത്തിക്കൊണ്ട്, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിതാ നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു, അതിനാൽ ഞങ്ങളെ നീ തിരിച്ചയക്കണമേ. ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമാണ്, ആഖിറമുണ്ടെന്ന് ബോധ്യമാണ്, സ്വർഗമുണ്ടെന്ന് ബോധ്യമാണ്, അമ്പിയാക്കൾ ബോധ്യമാണ്. ഒന്ന് മടക്കി തരുവോ? സ്വാലിഹീങ്ങളായിക്കോളാം, നല്ലത് ചെയ്തോളാം, ദാനം ചെയ്തോളാം, സമ്പത്ത് ചെലവഴിച്ചോളാം, എല്ലാം ചെയ്തോളാം. ഇല്ല സുഹൃത്തുക്കളെ, പിന്നെ രക്ഷയില്ല. അന്ന് മുഖം താഴ്ത്തി അല്ല പറയാൻ, വലൗ തറായിദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം, അവരുടെ തല താഴ്ത്തി നിൽക്കുന്ന ഗദ്ഗദകണ്ഠരായ, ചോരവാർന്നുപോയ, ജീവിതത്തിന് പ്രതീക്ഷയില്ലാത്ത ആ മനുഷ്യരുടെ നിപ്പ് നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കാത്തു രക്ഷിക്കട്ടെ. ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അള്ളാന്റെ മുമ്പിലെ നിപ്പിനെ കുറിച്ച്. എയർപോർട്ടിൽ എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി ഫോൺ ചെയ്യുമ്പോൾ ഒരു മുഖഭാവമുണ്ട്. ഭാര്യയെ കാണുമ്പോൾ, മക്കളെ കാണുമ്പോൾ ഒക്കെയുണ്ട്. ഇവിടെ ഒന്നുമില്ല, ദുഃഖം മാത്രമാണ് ബാക്കി. നിങ്ങളെ ദുനിയാവിന് ആഖിറത്തിനെ നിങ്ങൾ മറന്നു. എന്നിട്ട് എന്താ പറയാ? സൂറത്ത് ഖിയാമ 20 മുതലുള്ള വാചക. എന്തായാലും പറയണോ? അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും. അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും. ഇലാ റബ്ബിഹാ നാളിറ, അല്ലാഹുവിലേക്ക് നോക്കിക്കൊണ്ട്. എന്തോ ഒരു സന്തോഷമായിരിക്കൂലേ. അല്ലാഹ് നൽകട്ടെ ആ സന്തോഷം, അല്ലാഹ് നൽകട്ടെ ആ സന്തോഷം. അടുത്ത അല്ലാഹ് പറയാൻ, വവുജൂഹു യൗമൈദിൻ ബസിറാ തദന്നു അൻ യുഫഅല ബിഹാ ഫഖിറാ. അന്ന് ഇരുണ്ട ചില മുഖങ്ങൾ. ആരാത്? അല്ലാഹുവിൽ പങ്കുചേർത്തവർ, ളാലിമുകൾ, ശിർക്ക് ചെയ്തവർ, കുഫ്ർ ചെയ്തവർ, നിരീശ്വരത്വം പ്രചരിപ്പിച്ചവർ. അവർ നിൽക്കും അവിടെ റബ്ബിന്റെ മുമ്പിൽ. എന്നിട്ടോ ഒരു വലിയ അത്യാപത്ത് വരുന്നു എന്ന നിലയിൽ. സൂറത്ത് അബസയിൽ പറയുന്ന വാചകാണ്, യൗമ യഫിറുൽ മർഉ മിൻ അഖീ. സഹോദരൻ സഹോദരനെ വിട്ടു പോകുന്ന ദിവസം. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോ എന്റെ ഭാര്യ എന്റെ കൂടെ തുടരെ വിടാതെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത മോളുണ്ടായിരുന്നു, എന്റെ സഹോദരന്മാരുണ്ടായിരുന്നു, എന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു.
30-ലധികം നഴ്സുമാരുണ്ടായിരുന്നു. ഓരോ മണിക്കൂറിൽ ഷുഗർ ചെക്ക് ചെയ്തിരുന്നു. 3 പ്രഗത്ഭ ഡോക്ടർമാരുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ വെച്ച് ആലോചിച്ച ഒരു കാര്യം നിങ്ങളോട് തീർത്തു പറയുകയാണ്. റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് ഒരാളുമില്ല. ഒറ്റക്ക് ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്, വിവസ്ത്രധാരികളായിട്ട് റബ്ബിന്റെ മുമ്പിൽ. അടുത്ത വാചകം എന്താ അറിയോ? ഉമ്മാനെ നോക്കൂല, ഉപ്പാനെ നോക്കൂല. ഈ പ്രോഗ്രാമിന് പോരുമ്പോ എന്റെ ബാപ്പ പെർമിഷൻ നൽകിയിട്ടാ ഞാൻ വന്നത്. മോനെ ശ്രദ്ധിക്കണേ, മോനെ സൂക്ഷിക്കണേ. ഈ ബാപ്പ നമ്മൾ വിട്ടുപോകുന്നതാണ്. ഒരു സംഭവം കേട്ടോ നിങ്ങൾ? പരലോകത്തൊരു മകൻ ബാപ്പാനോട് പറയാണ്, ബാപ്പാ നിങ്ങളുടെ പ്രിയങ്കരനായിരുന്നു ദുനിയാവിൽ ഞാൻ, എനിക്ക് നിങ്ങൾ വീട് വെച്ചു തന്നു, എനിക്ക് നിങ്ങൾ ദുനിയാവിൽ സൗകര്യം തന്നു, ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ തന്നു, എനിക്ക് ആഖിറത്തിൽ ഒരു ആവശ്യമുണ്ട് ബാപ്പാ. ദുനിയാവിൽ ഒരുപാട് കാര്യം ചെയ്ത ബാപ്പാ, ആഖിറത്തിൽ എനിക്കൊരു കാര്യമുണ്ട്, എന്റെ അമലൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഉപ്പാന്റെ അമൽ മേലെയാണ്. ഒരു 2 റക്അത്തിന്റെ കൂലി എനിക്ക് തരുമോ ബാപ്പാ? കള്ളം പറയാത്ത റസൂലാ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാ. നബി പറയുന്നത്. അപ്പൊ മകമനോട് ഉപ്പ പറയാണ്, ഇല്ല മോനെ, അത് ദുനിയാവിലാണ്, ആഖിറത്തിൽ ഞാൻ നിനക്ക് തരില്ല, എനിക്ക് നിനക്ക് തരാനും കഴിയില്ല മോനെ. ആ ലോകത്തെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? തീർന്നില്ല. വസ്വാഹിബതിഹി വബനി, ഭാര്യയും മക്കളും. ലികുല്ലി ഇംറിഹിം മിൻഹും യൗമൈദിൻ ശഅനിയുനി വജൂഹു യൗമൈദിൻ മുസ്ഫിറ ലാഹിഖത്തും മുസ്തബ്ശിറ. അന്ന് ചില മുഖങ്ങൾ പ്രസന്നമാണ്, അവർ ചിരിക്കുന്നവരാണ്. അല്ലാഹ് ഈ ഇരിക്കുന്ന ജനങ്ങളെ നാളെ മഹ്ശറയിൽ ചിരിക്കുന്നവരാക്കണേ, കരയുന്നവരാക്കരുതേ, വിലപിക്കുന്നവരാക്കരുതേ. ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ. വസാരിയു, നിന്റെ സ്വർഗത്തിലേക്ക്. എങ്ങനെ? വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ദലമു അൻഫുസഹും സക്കറുല്ലാഹ്. സ്വന്തത്തോട് തെറ്റ് ചെയ്തവർ, പലിശ കൊടുത്തവർ, പലിശ വാങ്ങിയവർ, ഭാര്യയോട് മോശമായവർ, മക്കളോട് മോശമായവർ, വ്യഭിചരിച്ചു പോയവർ, സ്വർഗ്ഗരതിയിൽ ഏർപ്പെട്ടവർ, ഏതേത് തിന്മ ചെയ്തു പോയവരും അവരൊക്കെ മഹ്ശറയിൽ വരുമ്പോ അല്ലാഹുവോട് ഇഹലോകത്ത് വെച്ച് പൊറുക്കലിനെ തേടേണ്ട ദിനമാണ്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി വരാനിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. രാത്രികൾ അനവധിയുണ്ട്, എന്റെ മുമ്പിലുണ്ട്. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഖ്ജഹൂൻ വബില്ലസാരിഹും യസ്തഗ്ഫിറൂൻ. 56 അധ്യായം 17 18. രാത്രി ഉറങ്ങാത്തവരാണ് അവർ. അനാഇൽ ലൈലി സാജിദൻ വഖായിമാ, നിന്നിട്ടും ഇരുന്നിട്ടും. അല്ലദീന യബീതൂന ലിറബ്ബിഹിം വസുജ്ജദൻ വഖിയാമാ, രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നവരാണ്. കാലിൽ നീര് കെട്ടുമാറ്. എന്താ കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. സൂറത്ത് നൂറിന്റെ 37. കണ്ണുകൾ അഞ്ചിപ്പോകുന്ന, ഭയചകിതമാകുന്ന. അവിടെ ഒരു ചോദ്യമുണ്ട് റബ്ബിന്റെ. ഐനൽ ജബ്ബാറൂൻ, എവിടെയോ രാജാധികാരികൾ, എവിടെയോടോ ചക്രവർത്തികൾ, എവിടെയോടോ സ്വച്ഛാധിപതികൾ, ലോകത്തെ നിയന്ത്രിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഫിറൗനുമാര്, ഹാമാന്മാര്, നമ്രൂദുമാര്, ഹിറ്റ്ലർമാര്, മുസോളിനിമാര്, ഇന്ത്യൻ ചക്രവർത്തിമാര്, എവിടെയോ അവർ പഞ്ചപുച്ഛമടക്കി. ലാ യതഖല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സവാബ, മിണ്ടാത്ത ദിനമാണ്. സർവസ്തുതിയും അല്ലാഹുവിന്. സമയമല്ല, ക്ഷമിക്കുക. 5-ാമത്തെ പോയിന്റ്. മോനെ കിടന്നുണ്ട്. കുറച്ച് ഗൗരവപ്പെട്ടതായിരുന്നു. സമ്പത്തും നമ്മളും. 5-ാമത്തെ പോയിന്റ്, സമ്പത്തും നമ്മളും. സമ്പത്ത് ആര് തന്നതാ? മിമ്മ റസഖ്ന, നാം നൽകിയത്. എന്താ എങ്ങനെ പ്രയോഗിച്ച്? നാം നൽകിയ നിങ്ങളുടെ സ്വത്ത് അല്ലേ? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. 9-ാം അധ്യായം 103-ാമത്തെ വചനം. സക്കാത്ത് പിടിച്ചു വാങ്ങണമെന്നാണ് അതിന്റെ ശൈലി. ഖുദ്,
ചോയ്ക്ക്, പിടിക്ക്, വാങ്ങ്. എന്നിട്ട് അവൻ്റെ സ്വത്തിൽ ശുദ്ധീകരണം നടത്തുക. അവൻ്റെ മനസ്സിനും സക്കാത്ത് കൊടുക്കാൻ എല്ലാവരും തയ്യാറാവുക ഇൻഷാ അല്ലാഹ്. 2, അല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. സൂറത്ത് ഫാത്തിർ 29-ാമത്തെ വചനം. ഖുർആൻ നിരന്തരമായി ഓതുകയും നമസ്കാരം നിലനിർത്തുകയും നാം നൽകിയതിന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്നവർ തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടമാകാത്തൊരു കച്ചവടത്തിലാണ്. ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലിയൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിആ വജ്ഹി റബ്ബി. ഖുർആൻ 2-ാം അധ്യായം 272. നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കി, നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഖൈറിന് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. വേറൊരു സ്ഥലത്ത് എന്താ പറയാണ്, സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചിലവഴിക്കുക. കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി എന്തും കൊടുക്കാൻ? ശരി, നമ്മുടെ സമ്പത്ത് ഒന്നുകൂടി ക്രമീകരിക്കുക, സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുക, റബ്ബെന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം ഉണ്ടാവുക, സമയമെടുത്തതിന് ക്ഷമിക്കുക. ഒരു കാര്യവും കൂടി പറയാനുണ്ട്. ആരോഗ്യത്തിന് നല്ല പ്രശ്നം ബാധിച്ചു. ഇടതുകാലിലേക്കുള്ള സർവീസ് 80% ബ്ലോക്കായി. വലിയ ചികിത്സ ചെയ്ത് ഒന്ന് റിക്കവർ ചെയ്യും. ഷുഗറാണ് വില്ലൻ. നല്ലോണം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. മരിക്കുന്നത് ഒരു സ്റ്റേജിൽ തൗഹീദ് പറഞ്ഞുകൊണ്ടാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. ഏറ്റവും ഇഷ്ടം ഷഹീദാകുക എന്നുള്ളതാണ്. മനസ്സ് തട്ടി ഞാൻ പറയാൻ, അള്ളാഹിനെ പറ്റി പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ച് മരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല നിലയിൽ എല്ലാവരും നല്ല പഠിക്കുക, ഒരുപാട് പഠിക്കുക, ഒരു പുതിയ അറിവ് ഡെയിലി നേടുക, കുടുംബത്തിനോടൊക്കെ നന്നായിട്ട് പെരുമാറുക, ഭാര്യമാരൊക്കെ നന്നായിട്ട് സ്നേഹിക്കുക, മക്കളെ കരുതലോടെ നോക്കുക, കഞ്ചാവിലും മയക്കുമരുന്നിലൊക്കെ പെട്ടുവാൻ സാധ്യതയുള്ള കുട്ടികളെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തുക. ഒന്നുകൂടി പറയണ്ടേ, തളിപ്പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു ടൗണിൽ നോമ്പ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു പബ്ലിക് പരിപാടി, ഞാൻ എഴിഞ്ഞു വരും ഇതുപോലെ ഇരിക്കാൻ ടൗണിൽ അമുസ്ലിങ്ങൾക്ക് വേണ്ടി. നാളെ മഹ്ശറയിൽ എരിപെരു കൊള്ളുന്ന വെയിലത്ത് അർശൻ്റെ തലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ രാഷ്ട്രത്തിൻ്റെ ഒരു ഭരണകൂടത്തിനും അള്ളാഹുവിൻ്റെ ഈദിനില്ലാതെ നമ്മളെ തൊടാൻ പറ്റില്ല. ഉത്തമമായ വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, ഇത്തിബാഉർ റസൂൽ, പരലോകബോധം. നശിക്കില്ലൊരിക്കലും ഈ ഉമ്മത്ത്, അതിജയിക്കും ഈ ഉമ്മത്ത്. ചൈത്രയാത്രയുടെ സാർത്ഥവാഹക സംഘം മുന്നോട്ട് നീങ്ങും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രോഗത്തിൽ മുക്തി നൽകട്ടെ, ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു നന്മ നൽകട്ടെ, അതിന് രക്ഷ നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ദീനി മക്കളാക്കി മാറ്റട്ടെ. കൺകുളിർമയുള്ള ഒരു കുടുംബം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് പരസ്പരം പൊറുക്കാനും ക്ഷമിക്കാനും സാധിക്കട്ടെ. തൗഹീദിന് വേണ്ടി ജീവിച്ചവർക്കെതിരെ പച്ച ശിർക്കാരോപിക്കുന്ന ഈ ധിക്കാരം അവസാനിക്കട്ടെ. ശിർക്കാണ് എന്നുറപ്പുള്ളത് തൗഹീദാണെന്ന് വാദിക്കുന്ന തോന്നിയാസവും അവസാനിക്കട്ടെ. നബിയുടെ സുന്നത്തിനെ ചോദ്യം ചെയ്ത ആളാകുന്ന ധിക്കാര ശൈലി ഈ ഉമ്മത്തിലെ സലഫി സമൂഹത്തിൽ നിന്നില്ലാതാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.